വ്യത്യസ്തങ്ങളായ നേട്ടങ്ങൾ ലഭിക്കുന്ന അത്ഭുത ദിക്റുകൾ ഹബീബായ നബി തങ്ങൾ സ്വഹാബത്തിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ വ്യത്യസ്തങ്ങളായ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ദിക്റുകളുടെ ഒരു സമാഹാരം തന്നെ മഹാന്മാരുടെ ഗ്രന്ഥങ്ങൾ ഹബീബായ നബി തങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടതായി കാണാം. അക്കൂട്ടത്തിൽ സ്വർഗം ഉറപ്പായും ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ ഒരു ദിക്റിനെ പറ്റി കേട്ടാലോ? മഹാന്മാരായ സ്വഹാബത്ത് സ്വർഗം കൊതിച്ച് നിന്ന, ഹബീബായ നബി തങ്ങളുടെ പൊരുത്തവും അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രതീക്ഷിച്ച് നിന്ന സ്വഹാബത്തിനോട് പറയാ, നിങ്ങൾക്ക് സ്വർഗം ഉറപ്പായും ലഭിക്കും, സ്വർഗം നിർബന്ധമായും അള്ളാഹു നൽകും. എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ ജീവിതത്തിൽ ദിവസത്തിൽ ഒരു തവണ ഈ ദിക്ർ ഒന്ന് പതിവാക്കിയാൽ മതിയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പരിചയപ്പെടുത്തി കൊടുത്ത ആ അത്ഭുതപ്പെടുത്തുന്ന ദിക്ർ നമുക്കൊന്ന് ചൊല്ലിയാലോ? ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും കണ്ണീർ കയത്തിൽ കഴിയുന്ന നമുക്ക് വലിയൊരു ആശ്വാസവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും ലഭിക്കാൻ കാരണമാകുന്ന ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പതിവാക്കാൻ ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായി കേൾക്കുക. ഏതാണ് ആ അത്ഭുത ദിക്ർ എന്ന് നമുക്കൊന്ന് പഠിച്ചു വെക്കാം. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവൻ കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. വന്നുപോയ മുഴുവൻ അപാകതകൾ അല്ലാഹു മാപ്പ് ചെയ്യട്ടെ. എല്ലാവർക്കും റാഹത്താണ്, സന്തോഷമാണ്, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടന്നു അല്ലേ? പുതിയൊരു വർഷം നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹറം 1 നമുക്ക് പുതുവർഷം. എന്നിരുന്നാലും ലോകമെമ്പാടും ഇന്ന് പുതിയൊരു വർഷത്തെ 2026 സ്വീകരിച്ചു. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു വർഷം നമ്മളിന്ന് കടന്നുപോയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം നമ്മൾ ചെയ്ത നന്മകളെയൊക്കെ അള്ളാഹു സ്വീകരിച്ചോ? നമ്മളിൽ നിന്ന് വന്നുപോയ അപാകതകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തോ? അതിനൊക്കെ ഒരു അവസരം കിട്ടിയോ? ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ നേരിടുന്ന പല ആളുകളും, ഈ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഈ പേഴ്സണലായിട്ട് സാധുവായി എന്നെ വിളിച്ചിട്ടൊക്കെ ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞ പല ആളുകളുണ്ട്. അവർക്കൊക്കെ പല പരിഹാരങ്ങളും ചെയ്തു കൊടുത്ത് ഒരുപാട് ആളുകൾക്ക് അതിന് ഫലം കിട്ടിയത് വിളിച്ച് സന്തോഷം അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും റാഹത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടാൻ, പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഇനി വരുന്ന ഈ വർഷം നമുക്ക് റാഹത്തും സന്തോഷവും ഉള്ളതാകാൻ, കഴിഞ്ഞ വർഷത്തെ നമ്മൾ നേരിട്ട പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് വലിയ സക്കീനത്തുള്ള സമാധാനമുള്ള ജീവിതം നമുക്ക് ലഭിക്കാൻ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം വരുത്തണ്ടേ? ഇൻഷാ അല്ലാഹ് അതിന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ചെറിയ ദിക്ർ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാകാനും അതിനൊക്കെ അപ്പുറം നിങ്ങൾക്ക് സ്വർഗം ഉറപ്പായും കിട്ടുമെന്ന് നബി തങ്ങൾ സർട്ടിഫിക്കറ്റ് തന്നൊരു ദിക്റാണ്. സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം ഉറപ്പ് പറഞ്ഞ ആൾക്കാരാണ്. അതിൽ 10 ആളുകളെ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞു. ബാക്കിയുള്ളവർക്കൊക്കെ സ്വർഗം കിട്ടും. എന്നാൽ 10 ആളുകളെ പ്രത്യേകമായി പേരെടുത്ത്, അബൂബക്കറെ നീ സ്വർഗത്തിലാണ്, ഉമറെ നീ സ്വർഗത്തിലാണ്, ഇങ്ങനെ പ്രത്യേകമായി എടുത്തു പറഞ്ഞ 10 ആളുകളുണ്ട്. ഇത്തരത്തിൽ സ്വർഗം ഉറപ്പായും ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. നമുക്കൊക്കെ പലരും കേട്ട് പരിചയമുള്ള അറിയുന്ന ദിക്റായിരിക്കും, എന്നാലും നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടു നടക്കാൻ കഴിയണം. അതിൻ്റെ എന്താണ് ആശയം, എന്താണ് ആ പറയുന്നത്, എപ്പോഴാണ് അത് ചൊല്ലേണ്ടത്, ചൊല്ലിയാൽ അള്ളാഹു നമ്മെ എങ്ങനെയാണ് പരിഗണിക്കുന്നത്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ചൊല്ലുമ്പോൾ റബ്ബിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലവും ലഭിക്കും. മഹാനായ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അബൂ സഈദുൽ ഖുദരി തങ്ങൾ ഒരുപാട് ദിക്റുകൾ പരിചയപ്പെടുത്തിയൊരു മഹാൻ കൂടിയാണ്. നബി തങ്ങളെ സ്വഹാബത്തിൽ ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തൊരു സ്വഹാബി കൂടിയാണ്. അബൂ സഈദ് തങ്ങൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് പറഞ്ഞു വന്നത്, ഹബീബായ നബി തങ്ങൾ, മൻ ഖാല, ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ പറയുന്നവരാണ് എങ്കിൽ, അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ പതിവാക്കുന്നവരാണ് എങ്കിൽ, റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലാ. എന്താണ് ദിക്ർ? റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലാ. മറ്റൊരു റിപ്പോർട്ടിൽ റസൂലൻ വ നബിയ എന്നും കാണാൻ കഴിയും. രണ്ടിരുന്നാലും ഈ ഒരു ദിക്ർ ആരെങ്കിലും ഒരാൾ അയാളുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ, ചൊല്ലിയാൽ, വജബത് ലഹുൽ ജന്ന സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാനും നിങ്ങളും ചെയ്ത എന്തെങ്കിലും ഒരു നന്മ പഠിച്ചിട്ടുണ്ട്, റബ്ബേ ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ എന്നൊരു ഉറപ്പുള്ളൊരു നന്മ നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടോ? എൻ്റെ ജീവിതത്തിലില്ല. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഒരുപാട് മുത്തഖീങ്ങളായ മുഖ്ലിസീങ്ങളായ ഉമ്മമാർ, സഹോദരങ്ങളുണ്ട്. നമ്മൾ ചിന്തിക്കാം,
ഏതെങ്കിലും ഒരു നന്മ കൊണ്ട് ഞാൻ സ്വർഗത്തിൽ കടക്കുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ഹബീബായ നബി തങ്ങൾ ഉറപ്പ് പറയാണ്, വജബത്ത് ലഹുൽ ജന്ന, അവർക്ക് സ്വർഗം ഉറപ്പായും ലഭിക്കും. സ്വർഗം ഉറപ്പായും ലഭിക്കും. അതിൻ്റെ അർത്ഥം സമാധാനമുള്ള സക്കീനത്തുള്ള ജീവിതം ഇരു ലോകത്തും അല്ലാഹു നൽകുമെന്നാണ്. വജബത്ത് ലഹുൽ ജന്ന ഒന്ന് ഇൻഷാല്ലാ പതിവാക്കിക്കൂടെ? എന്താണ് ഈ ചോദിക്കുന്നത്? റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബി. എന്താണ് ഈ ചോദിക്കുന്നത്? നമ്മൾ സാധാരണ ദിക്റുകളൊക്കെ ഒരുപാട് ചൊല്ലാറുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് ദിക്റുകൾ അല്ലേ? എഴുന്നേറ്റത് മുതൽ തുടങ്ങുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ, ഇതും പറഞ്ഞുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ എഴുന്നേൽക്കുന്നത്. അത് മുതൽ തുടങ്ങിയിട്ട് കിടന്നുറങ്ങാൻ അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യ, അവസാനം കിടന്നുറങ്ങുന്നത് വരെ ഒരുപാട് ദിക്റുകൾ. ഭക്ഷണം കഴിക്കുമ്പോൾ, ഖലായിലേക്ക് പോകുമ്പോൾ, ഇറങ്ങി വരുമ്പോൾ, ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ തുടങ്ങിയിട്ട് തുമ്മിയാലടക്കം നമ്മൾ ദിക്റുകൾ ചൊല്ലുന്നവരാണ് മുഅ്മിനീങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ദിക്റിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കി, അതിൻ്റെ ആശയം എന്താണെന്ന് കൂടി മനസ്സിലാക്കി ചൊല്ലിയ സുബ്ഹാനല്ലാഹ്. എന്താണ് സുബ്ഹാനല്ലാഹുടെ അർത്ഥം? അള്ളാഹു പരിശുദ്ധനാകുന്നു, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. അൽഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും, അല്ലാഹു അക്ബർ, അള്ളാഹു ആകുന്നു ഏറ്റവും വലിയവൻ. ഇങ്ങനെ തുടങ്ങിയിട്ട് റബ്ബിൻ്റെ ആ ദിക്റുകൾ ഇങ്ങനെ പറയുന്ന സമയത്ത് അതിൻ്റെ ആശയം കൂടെ മനസ്സിലാക്കി ചൊല്ലുമ്പോൾ അതിനൊരു ലദ്ദത്ത്, ഒരു രസം ഉണ്ടാകും, അതിനൊരു റാഹത്ത് ഉണ്ടാകും. അത് ചൊല്ലുന്ന ആളുകൾക്ക് വലിയ ഫലവും ലഭിക്കും. ഈ ഒരു ദിക്ർ നീ പറയാം, റളീതു ബില്ലാഹി റബ്ബ, റളീതു ബില്ലാ, ഞാൻ അള്ളാഹുവിനെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു റബ്ബൻ, റബ്ബായിട്ട്. അള്ളാഹു ആണ് എൻ്റെ റബ്ബ്. റബ്ബ് 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 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഫാത്തിഹ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം കഴിഞ്ഞാൽ ആദ്യം തുടങ്ങുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാ. എന്താ റബ്ബുൽ ആലമീൻ? എത്രയോ പേര് അള്ളാഹുവിനുണ്ട്. അള്ളാഹുവിന് എത്രയോ പേരുകളുണ്ട്. അസ്മാഉൽ ഹുസ്ന നോക്കിയാൽ കാണാലോ, 99 നാമങ്ങൾ മുത്തനബി തങ്ങളുടെ ഹദീസിൽ വന്നതുണ്ട്. അതുകൂടാതെ ഒരുപാട് നാമങ്ങൾ മഹത്തുക്കൾ പഠിപ്പിച്ചതായിരിക്കണം അള്ളാഹുവിൻ്റെ പേരുകൾ. ഖുർആനിൽ കുറേ പേരുകൾ കാണാൻ കഴിയും. എന്നാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞത് റബ്ബുൽ ആലമീൻ എന്നാ. റബ്ബുൽ ആലമീനായ അള്ളാഹ്. എന്താ റബ്ബ് എന്ന് പറയാൻ കാരണം? റബ്ബ് എന്ന് പറഞ്ഞതിൻ്റെ ആശയം പടച്ചു പരിപാലിക്കുന്നവനായ അള്ളാഹുന. നമ്മൾ വെറുതെ സൃഷ്ടിച്ച് വിടുകയല്ല, മറിച്ച് നമുക്ക് ഓരോ സെക്കൻഡും എന്താണ് വേണ്ടത് എന്ന് കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി നമുക്കത് ചെയ്തു തരുന്നവനാണ് പരിപാലകൻ. അവനാണ് നമ്മുടെ കാര്യകർത്താവ്, നമ്മുടെ കാര്യം സംരക്ഷിക്കുന്നവൻ. അതുകൊണ്ടാണ് എന്ത്? റളീതു ബില്ലാഹി റബ്ബ, അള്ളാഹു അവൻ എൻ്റെ റബ്ബാണ് എന്ന്, എന്നെ പരിപാലിക്കുന്നവനാണ് എന്ന് ഞാൻ തൃപ്തിപ്പെട്ടു. വേറെ ആരും എൻ്റെ കാര്യം നോക്കിയില്ലെങ്കിലും അള്ളാഹ് നോക്കുമെന്ന്. വബിൽ ഇസ്ലാമി ദീന, പരിശുദ്ധമായ ഈ മതം, ഈ ഇസ്ലാം, ഇതെൻ്റെ ദീനായി ഞാൻ അങ്ങ് പൊരുത്തപ്പെട്ടു, തൃപ്തിപ്പെട്ടു. കാരണം എന്താ? എനിക്ക് മറ്റൊരു മതവും വേണ്ട, മറ്റൊരു ആശയത്തെ ഞാൻ ഉൾക്കൊള്ളുന്നില്ല, മറിച്ച് ഈ പരിശുദ്ധ ദീനിനെ ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്തു. ചിലപ്പോൾ എനിക്ക് പ്രയാസമുള്ളത് ദീൻ കൽപ്പിക്കുന്നുണ്ടാവും, ബുദ്ധിമുട്ടുള്ളത്. സുബഹിയുടെ സമയത്ത് ഇപ്പോൾ തണുപ്പ് പിടിച്ച സമയമാണല്ലേ, ഡിസംബർ ജനുവരി ഒക്കെ ഒരു തണുത്ത സമയമാണ്. ഈ രാവിലെ എഴുന്നേറ്റ് തണുത്ത വെള്ളത്തിൽ വുദൂ ചെയ്തിട്ട് നിസ്കരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയാസമുള്ള സംഗതിയാണ്. പക്ഷേ അതിൽ അള്ളാഹു കൂലി വെച്ചിട്ടുണ്ട് എന്ന് ഒരു മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കുമ്പോഴോ, എൻ്റെ ഈ ദീൻ എനിക്ക് പെർഫെക്റ്റാണ്, എനിക്ക് മതിയായതാണ്, എനിക്ക് പൊരുത്തപ്പെട്ടതാണ്, അങ്ങനെ കരുതും. ഇനി മൂന്നാമതോ, വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളെപ്പറ്റി ആരൊക്കെ ഈ പുതിയ കാലഘട്ടത്തിൽ എന്തൊക്കെ അപരാധങ്ങൾ പറഞ്ഞാലും ശരി, ഹബീബായ നബിതങ്ങളുടെ ജീവിതം സംശുദ്ധമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. ആ ഹബീബായ നബിതങ്ങൾ എൻ്റെ റസൂലാണ്, എൻ്റെ നബിയാണ് എന്ന് ഞാനിതാ അംഗീകരിച്ചിരിക്കുന്നു, പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഇതൊരു മുഅ്മിനായ മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ അള്ളാഹ് അയാളെ വെറുതെ ആക്കുമോ, പാഴാക്കുമോ? റബ്ബ് അയാളെ പാഴാക്കുമോ? റബ്ബിനെ അല്ലേ വിളിച്ചു പറയുന്നത്, അള്ളാഹിനോടല്ലേ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദിക്ർ ആരെങ്കിലും ഒരാൾ ആത്മാർത്ഥമായി ചൊല്ലിയാൽ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വജബത്ത് ലഹുൽ ജന്ന, അവർക്ക് സ്വർഗം ഉറപ്പാണ്. സ്വർഗം അവർക്ക് ഉറപ്പാണ്. വജബ എന്ന് പറഞ്ഞാൽ എന്താ? നിർബന്ധമായി എന്ന, നിർബന്ധമായിരിക്കുന്നു. വാജിബ് എന്ന് പറഞ്ഞാൽ എന്താ? നിർബന്ധമായത്. അപ്പോൾ വജബത്ത് ലഹു, അവർക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു അൽ ജന്ന, എന്ത്? സ്വർഗം. അള്ളാഹു നമ്മെ സ്വർഗത്തിൽ ചേർത്ത് തരുമാറാകട്ടെ. ദുനിയാവിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റബ്ബിനോട് ചോദിക്കാറുണ്ട്, പല ആവശ്യങ്ങളും ചോദിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ ആഖിറവും കൂടെ നമുക്ക് രക്ഷപ്പെട്ട് കിട്ടണ്ടേ. അപ്പോൾ ഇന്ന് ഈ ഒരു പരിശുദ്ധമായ ദിക്ർ കൊണ്ട് ഈ ഒരു വർഷത്തിൻ്റെ തുടക്കം നമുക്ക് കുറിക്കാം. ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഹദ്ദാദ് റാത്തീബൊക്കെ ചൊല്ലുന്ന ആളുകൾക്ക് ഹദ്ദാദിൻ്റെ പോരിശ പറയുന്നിടത്ത് കാണാം, ഹദ്ദാദ് റാത്തീബ് കൃത്യമായി പതിവാക്കുന്ന ഒരാളാണ് എങ്കിൽ അയാൾക്ക് ബലാ മുസീബാത്തുകൾ വരൂല എന്ന് മാത്രമല്ല, വിഷപ്പാമ്പ് കൊത്തിയാൽ പോലും ആ വിഷം തീണ്ടിപ്പോകാൻ, അത് ഇറങ്ങിപ്പോകാൻ ഹദ്ദാദ് റാത്തീബ് പതിവാക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഒരു വലിയ മഹത്വം, ഒരു ഫളിലും ശ്രേഷ്ഠതയും നൽകുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചത്. എന്താ കാരണം? ഇതുപോലുള്ള ദിക്റുകൾ അതിൽ പറയുന്നത്, റളീതു ബില്ലാഹി റബ്ബനൊക്കെ അതിൽ പറയുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എന്താ, ആരെങ്കിലും ഒരാൾ ഇത് ചൊല്ലുകയാണെങ്കിൽ, പതിവാക്കിയാൽ അവർ സ്വർഗത്തിൽ കടക്കുമെന്നതിനൊക്കെ അപ്പുറം അവർക്ക് വലിയ കാവൽ അള്ളാഹു നൽകുന്നതാണ്. സ്വർഗത്തിൽ പോകാന്ന് പറയുന്നത് നരകത്തിൽ നിന്ന് കാവൽ കിട്ടുക എന്നാ, അള്ളാഹുവിൻ്റെ അദാബിൽ നിന്ന് കാവൽ കിട്ടുക എന്നാ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, വലിയ കാവൽ ലഭിക്കാൻ കാരണമായി തീരും. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ പതിവാക്കണം, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം, നമ്മുടെ മക്കളെ കൊണ്ട് ചൊല്ലിക്കണം. വീട്ടിൽ നമ്മളെ
വീട്ടിലുള്ള ആളുകൾ, നമ്മുടെ ഗൃഹനാഥൻ അല്ലെ വീട്ടിലുള്ള ഉമ്മമാർ, സഹോദരങ്ങൾ, നമ്മുടെ മക്കൾ എല്ലാവരെയും കൊണ്ട് എന്ത് ചെയ്യുക, അതൊന്ന് പതിവാക്കിപ്പിക്കുക, ശീലിപ്പിക്കുക. അത് നമ്മുടെ പുതുജീവിതത്തിനും അതുപോലെ പുതിയൊരു മേഖലകൾക്കും ഒക്കെ വഴി തുറക്കാൻ കാരണമായി തീരും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ റാഹത്ത് ലഭിക്കാൻ അത് കാരണമായി തീരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം ഹൈറാക്കി തരുമാറാകട്ടെ. പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു റാഹത്തിലാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന് പൊരുത്തമുള്ള രൂപത്തിൽ ജീവിക്കാനും നാളെ പാരിത്രിക ലോകത്ത് പരിശുദ്ധ സ്വർഗ്ഗത്തിൽ പോകാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പല ആളുകളും പല വിഷമങ്ങളും പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാഹ് പലർക്കും അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അവർ സന്തോഷം അറിയിക്കും. നമുക്ക് കേൾക്കുമ്പോൾ വലിയ റാഹത്താണ് ഇൻഷാ അല്ലാഹ്. ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമങ്ങൾ അറിയിക്കാൻ, സങ്കടങ്ങൾ പറയുന്നവർ, പ്രശ്നപരിഹാരങ്ങൾ തേടുന്നവരുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൽ ബന്ധപ്പെടാവുന്നതാണ്. വോയിസ് ആയിട്ടോ വാട്സപ്പിൽ അല്ലെങ്കിൽ മറ്റ് കോൾ ചെയ്തിട്ടോ നിങ്ങൾക്ക് പരിഹാരങ്ങൾ തേടാം. ഇൻഷാ അല്ലാഹ് പറ്റുന്ന പരിഹാരങ്ങൾ പറഞ്ഞു തരാം. അല്ലാഹു നമ്മയൊക്കെ കബൂലാക്കട്ടെ. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.